വിധി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തോറ്റു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തോറ്റു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പാതി വെച്ച് നിർത്തി പോയിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, ഓക്കെ, ഇതിനും ബെറ്റർ എന്തോ വരാനുണ്ട്, അല്ലെങ്കിൽ ഇതിനും ബെറ്റർ എന്തോ നടക്കാനുണ്ട് എന്ന് കരുതി നമ്മൾ ചിലപ്പോൾ സമാധാനപ്പെടും. ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഒരു നല്ലതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും, ഒരു നല്ല കാര്യം സക്സസ്ഫുൾ ആവാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഒരു വിഭാഗം ആൾക്കാർ ഓൾറെഡി സക്സസ്ഫുൾ ആയവരായിരിക്കാം, പിന്നെ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാറുണ്ടാവില്ല. ഓൾറെഡി അവർ ഹാപ്പിയാണ്, അവരെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലായിടത്തും ജയിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് വിഭാഗം ആൾക്കാരും തിരിച്ചാ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ സ്റ്റിൽ റിമെയിൻസ് സെയിം, അങ്ങനെ തന്നെ കിടക്കുകയാണ്. തോറ്റുപോയത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അത് രണ്ടാമത് റീട്രൈ ചെയ്യാൻ വേണ്ടി മുതിർന്നിട്ടില്ല. അതുപോലെ തന്നെ പാതി നിർത്തിപ്പോയ കാര്യങ്ങൾ അതുപോലെ തന്നെ നിൽക്കുകയാണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ കിടക്കുകയാണ്. നമ്മൾ അതിനെപ്പറ്റി പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകാന്നല്ലാണ്ട് പഴയ കാര്യങ്ങൾ എങ്ങനെ അത് കംപ്ലീറ്റ് ആയി ഒരു സാറ്റിസ്ഫിക്കേഷനോട് കൂടി നിൽക്കാൻ പറ്റുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതേപോലെ നിങ്ങൾ പകുതി നിർത്തിവെച്ച് പോയ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ തോറ്റുപോയെടുത്തൊന്നൊക്കെ റീട്രൈ ചെയ്ത് ജയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ.